ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂ പറിച്ചാലോ. ചെമ്പരത്തിപ്പൂ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തി പൂ പറിച്ച് എല്ലാം സ്വരൂപിക്കാം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ പറിക്കലാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി. ഇതാണ്. ഇനി മഴക്കാലമൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള എണ്ണ കാച്ചിട്ട് സ്വന്തമായിട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് കുറച്ച് ചെമ്പരത്തി പൂവുണ്ട്, അതൊക്കെ പറിച്ചെടുക്കാം. വേറെയും കുറച്ച് സാധനങ്ങൾ വേണം, പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടമാണ്. ഇത് വീട്ടിൽ പറിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടാകുമ്പോൾ വൈകുന്നേരത്ത് നമുക്ക് എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ അന്നേരം നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഇപ്പം രാവിലെ തന്നെ പൂ പറിക്കുന്നതാണ്. ചെമ്പരത്തിപ്പൂ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ മഴയായതുകൊണ്ടെല്ലാം ഒരു എന്താ പറയണ്ട ജീവനില്ലാത്ത പോലെയാണ് കാണുന്നത്. കണ്ടില്ലേ, മഴയായത് കാരണം. മഴക്കാലത്ത് പറമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇനിയിപ്പോൾ എണ്ണ കാക്കും കഴിക്കും ഒക്കെ തടയിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ കൊതുക് കടി ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി പറിക്കാമെന്ന് വിചാരിക്കുന്നു. എത്തുന്നില്ല ഗൈസ്, അങ്ങ് മേലെയാണുള്ളത്. പറിച്ചെടുക്കാൻ എത്തുന്നില്ല. നോക്കട്ടെ കിട്ടുമോ. കിട്ടുന്നില്ല. അപ്പോൾ ഇനിത്ത പറമ്പിൻ്റെ താഴെയുണ്ട് നിറയെ, അതൊരു ബക്കറ്റ് നിറയെ പറിച്ചാൽ കിട്ടും. ഇവിടെ 1-2 ഇല്ല വീട്ടിനോട് ചേർന്നിട്ട്. ഇനി അത് പോയി പറിച്ചെടുത്തിട്ട് വരട്ടെ. വൈകുന്നേരം എണ്ണ കാച്ചാൻ സാധനങ്ങൾ സ്വരൂപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യപടിയായത്. ഇനി ബാക്കിയുള്ള സാധനം കൂടെ കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ അടുത്ത ഭാഗത്തിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഇന്നത്തെ കൃഷിയും വീടുന്നില്ല വീഡിയോയിൽ കാണിച്ചു തരാനുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് ഇതേപോലെ എണ്ണ കാച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ തലക്കും മുടിക്കുമൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ മഴക്കാലമായതുകൊണ്ട് പറമ്പിലൊക്കെ ഇറങ്ങണമെങ്കിൽ ശരീരം മൊത്തം എണ്ണ തേച്ചിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ കൊതുകടി ഭയങ്കര വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഞാൻ കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ പറിച്ചെടുത്തിട്ട് താഴെ പോയിട്ട്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.